Humpty Dumpty sat on a wall. Humpty Dumpty had a great fall. Humpty Dumpty sat on a wall. Humpty Dumpty had a great fall. പത്ലു, ഇത് ചോട്ടുവിന്റെ ഹോംവർക്ക് ആണ്. ഇതിന്റെ മലയാള അർത്ഥം എന്താണെന്നൊന്ന് പറഞ്ഞുതരൂ. ഓയ് മോട്ടു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, നോക്ക് ഞാൻ എന്ത് മെഷീനാ ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇതിന് ട്രാൻസ്ഫോമിംഗ് മെഷീൻ എന്നാ പറയുന്നത്. മോട്ടു സൂക്ഷിച്ച്, ഡോക്ടർ ജഡ്കയുടെ മെഷീൻ എന്ന് വെച്ചാൽ തന്നെ അപകട. ഒരു അപകടമില്ല എന്റെ ചങ്കേ. ഈ ഗ്രീൻ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കിരണങ്ങൾ പുറത്തു വരും. അത് ഏതെങ്കിലും ചിത്രത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ ആ ചിത്രത്തിന് ജീവൻ വരും. അത് പിന്നെ ലോകത്തേക്ക് വരികയും ചെയ്യും. അപ്പൊ ഈ രശ്മികൾ ഞാൻ ഹംപ്റ്റി ഡംപ്റ്റിയുടെ മുകളിൽ പതിപ്പിച്ചാൽ അതിന് ജീവൻ വെക്കുമല്ലോ. മോട്ടു, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഈ ഹംപ്റ്റി ഡംപ്റ്റി ട്രാൻസ്ഫോം ആയി ജീവൻ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവും ചങ്കേ. എന്റെ മോട്ടു, നീ എന്ത് പണിയാ ഈ ചെയ്തത്? പത്ലു, ഹംപ്റ്റി ഡംപ്റ്റി എവിടെയാ? ഇത് വെറും ഒരു വലിയ മുട്ടയല്ലേ. വരൂ, നമുക്ക് ഇതിനെ കൊണ്ട് വലിയൊരു ആംലെറ്റ് ഉണ്ടാക്കാം. ഭയങ്കര വിശപ്പ്. ആരാണ് എന്നെ തല്ലിയത്? ആരെങ്കിലും ഇതിനെ പിടിക്കേ. ഇതെന്ത് തമാശയാണ്? എന്റെ അത്തിപ്പാർ അമ്മച്ചിയെ രാജാവിന്റെ വടന്മാർ ഇറങ്ങിയല്ല, ഓടിക്കോ. ഇതെന്തൊരു ലോകമാണ്. ഞാനിത് എവിടാ വന്നത്? എന്താ, നിങ്ങൾക്ക് ഓംലെറ്റ് കഴിക്കണോ? അത് ഈ നാട്ടിലെ ഡോഗികൾ എന്റെ നാട്ടിലെ ഡോഗികളെ പോലാണല്ലോ. ടോമി, ടൈഗർ, പോയി ആ എല്ലിക്കഷ്ണം എടുത്തോണ്ട് വാ. നീ എന്താടാ പോകാത്ത? എന്റെ പേര് ബോസു എന്നാ. നിങ്ങളത് പറഞ്ഞില്ലല്ലോ. ബൂസു, പോ പോ പോ, എല്ലെടുക്ക്. താങ്ക് യു. എല്ലാ ഡോഗികളും ഇതുപോലാ, ഈ ദേശത്തിലെയും എന്റെ ദേശത്തിലെയും. അവൻ നമ്മളെ മണ്ടന്മാരാക്കി. അവൻ നമ്മളെ പറ്റിച്ചു. പിടിക്കവനെ. ആഹാ, എന്റെ ദൈവമേ, ഇത്രയും വലിയ മുട്ട എവിടുന്ന് വന്ന് പെട്ടു? ഇത് ഏത് പക്ഷിയുടേതായിരിക്കും? ഇതിന്റെ ഓംലെറ്റ് നല്ല വലുപ്പം ഉണ്ടായിരിക്കും. അതുണ്ടാക്കി വിറ്റാ ഒരുപാട് കാശ് കിട്ടും.
അയ്യോ, എന്നെ ആരാ അടിച്ചേ? ആരാ എന്നെ അടിച്ചത്? ആരാണെങ്കിലും എന്റെ മുന്നിലോട്ട് വാ. ഇത് എന്റെ മുട്ടയാണ്. ഇത് എനിക്കാണ് കിട്ടിയത്. എനിക്ക് താൻ എന്തുവാണോ തന്റെയാ നീ പറയുന്നേ? താഴോട്ട് എന്തിനാ വരുന്നേ? മേളോട്ട് തന്നെ പോ. അവിടെ ഉണ്ട്, പിടിക്കവനെ. ഞങ്ങളുടെ ഇരയാണ്, ഒറ്റൊരുത്തൻ തൊട്ടു പോകരുത്, കേട്ടല്ലോ? ഹംടി ഡംടി, ഞങ്ങളുടെ അടുത്തേക്ക് വാ. ഞങ്ങളൊക്കെ നിന്റെ കൂട്ടുകാരാണ്, കൂട്ടുകാര്. നിന്നെ ഞങ്ങൾ നിന്റെ രാജ്യത്തേക്ക് തിരിച്ചയക്കാം. നമ്മുടെ വേട്ട മനുഷ്യന്മാർ കൊണ്ടുപോകാൻ പാടില്ല. രക്ഷിക്കണേ, രക്ഷിക്കൂ, രക്ഷിക്കണേ. എന്തിനാ എല്ലാരും ഇവിടെ അടിപിടി കൂടുന്നത്? ഐ സെഡ് സ്റ്റോപ്പ്. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. സ്റ്റോപ്പ്. രക്ഷിക്കൂ. വേദനിച്ചിട്ട് വയ്യേ. എന്റെ അമ്മോ, എന്തിനാ എന്റെ പുറകെ എങ്ങനെ വരുന്നത്? നിങ്ങൾ അടിപിടി കൂടുന്നത് നിർത്താനല്ല ഞാൻ വന്നത്. എന്റെ മുകളിലുള്ളവനെ, ഞാനിത് എന്ത് കുഴപ്പത്തിലാ ചാടിയിരിക്കുന്നത്? എന്റെ ദേശത്തേക്ക് ഞാൻ എങ്ങനെ തിരിച്ചു പോകും? ഞാൻ മുകളിലുള്ളവനെ വിളിച്ചാനർത്ഥം നീയൊന്നും വരാനല്ല. നീ എന്ത് വലിയ മുട്ടയാ. എന്റെ പിള്ളേർക്ക് ഒരു 4-5 ദിവസം കഴിക്കാനുള്ളതുണ്ട്. ഇത് ഞങ്ങള് കലക്കും. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ആ കിളി ഹംടിയും കൊണ്ട് പറന്നു പോയി. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. അപ്പൊ നീ എന്റെ വേട്ട അടിച്ചു മാറ്റാൻ വേണ്ടി വരുവാണല്ലേ? ഇപ്പൊ കാണിച്ചു തരാം, വാ ഇങ്ങോട്ട്. ഭടന്മാരെ ഒന്ന് തടഞ്ഞു നിർത്ത്. മോട്ടു, ഈ മിഷനകത്ത് ഏതെങ്കിലും ഒരു കിരണം അവരുടെ ദേഹത്ത് ഒന്നുകൂടി പതിച്ചാ മതി. അവര് പിന്നെ ഈ ബുക്കിനകത്ത് തിരിച്ചു കയറും. തരൂ, ആ മെഷീൻ എന്റെ കയ്യിലെടുത്തോ. നീ കാരണമാ
എന്റെ ഇര എന്റെ കയ്യിൽ നിന്ന് പോയത്. നീ പോടാ താഴോട്ട്. വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങൾ കാരണം എനിക്ക് എന്റെ ദേശത്ത് തിരിച്ചെത്താൻ കഴിഞ്ഞു. നന്ദി പറയേണ്ട ഒരാവശ്യമില്ല. ഇത് ഞങ്ങളുടെ കടമയാ. പൊളിച്ചെടുത്തല്ലോ. നമ്മളിപ്പോ ഇവന്റെ രാജ്യത്ത് എന്തായി ചെയ്യുന്നേ? ആ മോട്ടു, നീ ഞങ്ങളെ ഇവരുടെ രാജ്യത്ത് കൊണ്ടുവന്നോ? സോറി, വെരി സോറി. തെറ്റ് പറ്റിപ്പോയി. ഈ മെഷീനും പൊട്ടിപ്പോയി. ഐ എം വെരി സോറി. നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഇനി ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകൂടാ. അടിക്കവന്, അവനാ ഇതിനെല്ലാം കാരണം. അടിക്ക്, അവനെ. അടിക്കേ. അതെ, ഞാൻ സോറി പറഞ്ഞതല്ലേ.